ഇപ്പൊ ഞങ്ങളുടെ ന്യൂജൻ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇപ്പൊ ന്യൂജൻ പിള്ളേർ പറയുമ്പോ വേറൊരു ലോകം, ട്രെൻഡ്, ഫാഷൻ. ഇപ്പൊ മരം നടുകയാണെങ്കിലും ആ ഒരു ഇതെന്തോ ഒരു തെറ്റെന്നല്ല, അവര് ഒരു ഇൻട്രസ്റ്റ് വരാത്തൊരു സംഭവമാണ്. മണ്ണിൽ തൊടുക, ഈ പന വെക്കുക, ഇതൊക്കെ എങ്ങനെ ചെയ്യുക, ഇതൊന്നും സംഭവം ഇതൊക്കെ ആരെയും കണ്ട എന്തെങ്കിലും വിചാരിക്കുക, അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് ആ ഒരു ഇതേ ഇല്ല. അപ്പൊ ഞാൻ നിറയെ പേരടുത്ത് പറയുന്നുണ്ട്, ആർക്കും ഇതിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റേ ഇല്ല. എന്താണ് ഇങ്ങനെ പന നടണം പറഞ്ഞാൽ അയ്യോ അതൊക്കെ ആര് ചെയ്യും, അതൊക്കെ നടേണ്ടതിന് നട്ടോളും, നമ്മൾ എന്തിനു ചെയ്യണത് പറഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ NSS വിക്ടോറിയ കോളേജ് പാലക്കാട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഗാന്ധി ആശ്രമം വിസിറ്റ് ചെയ്തത് കരിമ്പന സീഡ്സ് പ്ലാൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങളിവിടെ ലൈവായി ഒരുപാട് കരിമ്പന സീഡ്സ് പ്ലാൻ ചെയ്തു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇതിനു മുമ്പും കരിമ്പന സീഡ്സ് കളക്ട് ചെയ്തിരുന്നു, പക്ഷെ ഞങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ മണ്ണിൽ നടുന്നതൊക്കെ. അപ്പൊ ഇനിയും ഞങ്ങളിത് മോണിറ്റർ ചെയ്യാനായിട്ടൊക്കെ ഗാന്ധി ആശ്രമം വിസിറ്റ് ചെയ്യും. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു അഷുറൻസ് കിട്ടി, ഞങ്ങൾ കൊണ്ടുവന്ന വിത്തുകൾ ഒരിക്കലും പാഴായി പോയില്ല. ഞങ്ങളിവിടെ ഒരുപാട് വിത്തുകൾ വെച്ചു. ഇവിടെയുള്ള സാറ് പറഞ്ഞത് ഇതിൽ 70% എന്തായാലും കരിമ്പനായി മാറും തന്നെയാണ്. ആ ഒരു വാക്ക് ഞങ്ങൾക്ക് വളരെയധികം എന്താ പറയാ സന്തോഷമായി. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിന് കുറച്ചുകൂടെ കരുത്തേകി. സോ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഒരുപാട് കരിമരങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾ ഗാന്ധി ആശ്രമത്തിലേക്ക് എത്തും. ഇനിയും അത് പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റി നല്ലൊരു നാളേക്കായിട്ടുള്ള ഒരു പാലക്കാട് നമുക്ക് നൽകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ നന്ദി. ഇന്ന് ഗാന്ധി ആശ്രമത്തില് ഭാഗമായിട്ട് വിക്ടോറിയ കോളേജിലെ NSS ടീമും കൂടി നടത്തിയ പനമര നടൽ പദ്ധതി, അതിൽ ഞാനും പങ്കാളിയായിരുന്നു. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അത്. ഞാൻ നേരത്തെ ഒരു 8 വർഷം മുമ്പ് തന്നെ ഈ പനമരം ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അത് പലരും ഒരു 100 വെച്ചാൽ ഒരു 50 മുളയ്ക്കും, ബാക്കി മുളയ്ക്കില്ല. അങ്ങനെ പിന്നെ പനയോടുള്ള താല്പര്യം വരാനെന്ന് പറഞ്ഞ കാരണം എന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിൽ പനി കയറി ഇളനം പൊട്ടിയ ശീലമൊക്കെ ഉണ്ട്. അതിൻ്റെ പനമ്പഴം താഴെ വീഴുമ്പോൾ അതിന് കോലിൽ കുത്തിയിട്ട് തീ കാച്ചിയിട്ട് അതിൽ ആ ഫലം എടുത്ത് കഴിക്കും. ബാക്കി അവിടെ തന്നെ ഇടും. അപ്പോൾ ഒന്നും അത്ര വലിയ ഇതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് മനസ്സിലായില്ല. ആ വീട്ടിലൊരു പനയുണ്ടായിരുന്നു, അത് ഒരു 500 രൂപയ്ക്ക് ഇതിൻ്റെ അറിയാണ്ട് ഞാനൊരു 10-15 വർഷം മുമ്പ് വിൽക്കുകയും. ഞാൻ നബാർഡിൽ നിന്നും ചീഫ് ജനറൽ മാനേജറായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ പാലക്കാടാണ് സ്ഥിരതാമസം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ വരുവാനും ശ്രീനിവാസനായിട്ട് പരിചയപ്പെടുവാനും ഈ ആശ്രമത്തിൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാനും എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പനയോടുള്ള ഒരു പ്രത്യേക താല്പര്യം രണ്ടാണ്. ഒന്ന്, ഞാൻ പഠിച്ചത് സസ്യശാസ്ത്രമാണ്. വിക്ടോറിയ കോളേജിൽ നിന്നും MSc ബോട്ടണി പാസ്സായതിനു ശേഷമാണ് നബാർഡിലോട്ട് റിസർവ് ബാങ്കിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളൊരു പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് വിഷൻ ഡോക്യുമെന്റ് 2030 എന്ന ഒരു പേരിൽ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി. ഈ പനയുമായിട്ട് എനിക്ക് വളരെ നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉണ്ട്. എൻ്റെ കുട്ടിക്കാലം ഈ രാമശ്ശേരിയിൽ ആണ് സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പൊ രാമശ്ശേരി ഞങ്ങളുടെ വീടിന്റെ മുൻപില് രാവിലെ എണീറ്റ ഉടനെ കുറച്ച് ദൂരെയായിട്ട് 2 പനകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ആ 2 പനയുടെയും ഇടയിൽ കൂടിയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത് കാണുന്നത്. അപ്പൊ അതാണ് എൻ്റെ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് പന എന്ന് പറയുന്നത്. ഈ പനമരം പാലക്കാട്ടിന് ഇത്രയും പ്രാധാന്യമേറിയതാണെന്ന് ഇന്നത്തെ ഒരു ഇവന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പാലക്കാട് പൊതുവെ കുറവാണ്. അപ്പോ അത് നമ്മള് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാന്ന് പറയുമ്പോ പന നട്ടാലേ വഴിയുള്ളൂ. കരിമ്പന തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, പാലക്കാട് നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളിൽ ഏറ്റവും വലിയ ഒരു ജില്ലയിലൊന്നാണ്. നമുക്ക് ഒരുപാട് മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഈ മഴയെ നമ്മൾ എങ്ങനെ അത് സംരക്ഷിക്കുന്നു, ആ മഴയിലൂടെ കിട്ടുന്ന വെള്ളം നമ്മൾ സംരക്ഷിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ഇത്രയും വലിയ ജില്ലയ്ക്ക് വളരെ വലിയൊരു ജലക്ഷാമമാണ് നേരിടുന്നത്. അപ്പൊ ആ ജലക്ഷാമം കുറയ്ക്കുന്നത്, അതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കരിമ്പന തന്നെയാണ്. കരിമ്പന എന്ന് പറയുമ്പോൾ അതിന്റെ വേരുകൾ ഭൂമിയുടെ ആഴത്തട്ടിലേക്ക് ഇറങ്ങി ചെന്ന് 12,000 to 15,000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അതിന് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു വളരെ ചെറിയൊരു സംഭവമാണിത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം. അപ്പൊ ഒരു സിമ്പിൾ സൊല്യൂഷൻ ആണല്ലോ എല്ലാവരും തിരഞ്ഞെടുക്കുക. സോ കരിമ്പന എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ സ്കാർസിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും.
അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെറിറ്റേജിന്റെ ഒക്കെ ഭാഗമാണ്. സോ പുതിയൊരു പാലക്കാട് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ലഭിക്കുന്നുള്ളത് കൊണ്ടാണ് കരിമ്പന തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ അതിന് ശേഷമാണ് പാടത്തെല്ലാം കാണുന്നത് ഈ ചൂളയ്ക്ക് പന ധാരാളം മുറിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് വല്ലാത്ത ഒരു വിഷമമായി. പിന്നീടാണ് ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇത് പാടത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഭൂഗർഭജലം സംരക്ഷിക്കാനും പാടത്ത് മഴയത്ത് പണിയെടുക്കുന്ന സമയത്ത് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ പനിയിലാണ് ആദ്യം ബാധിക്കുക. അപ്പൊ പണിയെടുക്കുന്നവർക്ക് സംരക്ഷണം കൂടിയാണ്. അങ്ങനെയാണ് പൂർവ്വികർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ധാരാളമായിട്ട് പനകൾ വെട്ടിമുറിക്കുന്നു. ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പറയാതെ തന്നെ ഒരു അന്ധവിശ്വാസമാണ് വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള നിലയിലേക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഒരു പനംകൊട്ടി ടീം വെച്ചത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ഒരു കലക്ടറുടെ ഓർഡർ ഉണ്ടായിരുന്നു, ഇവിടെ പന മുറിക്കാൻ പാടില്ല എന്ന്. പത്രത്തിൽ വായിച്ചോട്ട് ഓർമ്മ 8 വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും പ്രാവർത്തിയമാണെന്ന് അറിയില്ല. പക്ഷെ അതിൽ ഇത് ചെയ്യേണ്ടത് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് കരിമ്പനകളുടെ നാടാണ്. അപ്പൊ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭൂപ്രകൃതിയുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പാലക്കാട് ഐഡന്റിറ്റി എല്ലാം കാണും. പത്രത്തിൽ ചെറുപ്പത്തിന് കാണും തന്നെ അത് ഒരു മിഷൻ ഡോക്യുമെന്റിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഞങ്ങൾ ഏകദേശം പാലക്കാടിന് 22ഓളം കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പന. പാലക്കാട് പനയുടെ ഏരിയ 4000-ൽ കൂടുതൽ ഹെക്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ 2000-ൽ അത് ചുരുങ്ങിയിരിക്കുന്നു. അത് ചുരുങ്ങിക്കൊണ്ട് വരികയാണ്. ഈ പന എന്ന് പറഞ്ഞ വൃക്ഷം മണ്ണൊലിപ്പ് തടയാനും വാട്ടർ ടേബിൾ മുകളിലോട്ട് കൊണ്ടുവരാനും എല്ലാറ്റും ഒരു നല്ലൊരു മരത്തിന്റെ ഒരു സോഴ്സാണ്. അതുകൂടാതെ ഫർണിച്ചർ ഉണ്ടാക്കുവാനും ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റം ഉണ്ടാക്കുവാനും നൊങ്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതൊരു വളരെ നല്ലൊരു വൃക്ഷമാണത്. അതിനെ കൂടുതൽ അതിന്റെ കൃഷി ചെയ്യുന്നത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സജഷനാണ് ഞങ്ങൾ പാലക്കാട് മിഷൻ ഡോക്യുമെന്റ് സജസ്റ്റ് ചെയ്തത്. നമുക്കുണ്ടായ പല സൗഭാഗ്യങ്ങളും പല വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളും നമ്മളിങ്ങനെ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ഉള്ള മാതിരിയാണ്. അതൊക്കെ വലിയ വലിയ മഹത്തായ സംഭവങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞിരുന്നില്ല. നമ്മളെ കുട്ടിക്കാലത്തുള്ള ഇതെല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അതെല്ലാം നമുക്കൊരു പ്രത്യേക ഒരു ഇവന്റ് വെച്ച് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു ചേർന്നിരിക്കുന്നു. അത് കുറെ കൊല്ലത്തെ ഒരു നെഗ്ലക്ട് കാരണമാണ്. ഇതെല്ലാം ഇത്രയും പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ്, പ്രകൃതിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്, നമ്മുടെ സോയിൽ ഇറോഷൻ തടയാനുള്ള ഒരു മാർഗമാണ്. ശ്രമം നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ ഈ പന വെച്ചുപിടിപ്പിച്ചത് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്, ഇത് ജലത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ് പന. അപ്പൊ നമ്മുടെ ഈ പാണമ്പുള്ളി ഭാഗത്ത് എന്താ പറയുക, പുല്ല് മുളച്ചതുപോലെ വളരെ ഗംഭീരമായിട്ട് പന, സത്യനാഥൻ വെള്ളം ഭാഗത്ത് ഇഷ്ടംപോലെ പന കണ്ടിട്ടുള്ള ആളാണ്. അപ്പോ അതിന്റെ ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സ്ഥലമാണെന്നാണ് പാണമ്പുള്ളി ഭാഗത്ത് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുള്ള സ്ഥലമാണ് ആ സ്ഥലം. അപ്പൊ ആ പനയാണ് അതിന്റെ കാരണം. വീട്ടിന്റെ അടുത്ത് 4-5 പനമരങ്ങളെ ബാക്കിയൊക്കെ നോക്കി എല്ലാം വെട്ടിമുറിച്ചു. അപ്പൊ അതിൽ ആ 4 പനമരത്തിൽ നിന്നുള്ള വിത്താണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നടാൻ പറ്റി, എനിക്ക് സഹായിക്കാൻ പറ്റി. വിത്തുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഞങ്ങൾ ഒരുപാട് ബ്രോഷേഴ്സ് ചെയ്തു. ഒന്നാമത്തെ കാര്യം അവയർനെസ് ആണ്. ഞങ്ങൾ ജനങ്ങൾക്ക് എന്താണ് കരിമ്പനന്റെ യൂസസ് പറഞ്ഞു കൊടുത്തു. കരിമ്പന മിക്കവർക്കും അറിയുന്നില്ല ഇത് ഇത്ര വാട്ടർ സ്റ്റോർ ചെയ്യും, വാട്ടർ സ്കാർസിറ്റി കുറയ്ക്കുന്നതും. അപ്പോൾ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. അവയർനെസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇതിന് പങ്കാളികളായി ഒരുപാട് വിത്തുകൾ നൽകി. അങ്ങനെയാണ് ഞങ്ങൾ വിത്തുകൾ കളക്ട് ചെയ്തത്. പിന്നെ കുറെ ഞങ്ങൾ തന്നെ പാലക്കാടിൽ ഒരു റൂട്ട് മാപ്പ് പോലെ കുറച്ച് സ്ഥലങ്ങൾ സ്കെച്ച് ചെയ്തു. അവിടെ പോയി ഒരുപാട് കരിമ്പന വിത്തുകൾ കളക്ട് ചെയ്തു. കൊട്ടേക്കാട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് വിത്തുകൾ കളക്ട് ചെയ്തു. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ ഭാഗത്ത് ജംബൂരി എന്നൊരു പരിപാടി നടന്നത്. അതിന്റെ ആ ജംബൂരിയുടെ പരിപാടി കാണുമ്പോൾ പത്രത്തിന്റെ ഐഡന്റിറ്റി കാണിച്ചിരിക്കുന്നത് കുറെ പനമരങ്ങളാണ്. ആ ജംബൂരി നടന്ന ഈ എന്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ കിഴക്കിട്ടായ ആ സ്ഥലത്ത് സത്യനാമ്പള്ളം പറഞ്ഞ സ്ഥലം ഇന്നത്തെ അവിടെ വ്യവസായ മേഖലയാണ്. ആ സ്ഥലത്ത് മുഴുവൻ പനിയാണ്. അവിടെ പനി ഉണ്ടായിരുന്നതിൽ ഏതാണ്ട് 80% വെട്ടി നശിപ്പിച്ചു. ബാക്കി ഒരു 20% ഉള്ളൂ വ്യവസായ മേഖലയിൽ. ഇപ്പം അവിടെ വ്യവസായത്തിന് വേണ്ടി ഏക്കറുകളുടെ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്. അവിടെ എല്ലാം പനിയാണ്. അപ്പം എല്ലാം കൊണ്ടാണ് ചെയ്യുന്നത്. ആ വ്യവസായവൽക്കരണത്തിൽ വരുന്നതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു വശത്ത് പന മുറിച്ചു കൊള്ളുമ്പോൾ മറുവശത്ത് വെച്ചു നോക്കണം.
ഇതിന്റെ സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിലെ ഈ പാടങ്ങൾ ഒരുപാട് പാടം മുഴുവൻ പണിയായി. വളരെ സന്തോഷകരമായ ഒരു വസ്തുത, പാലക്കാട് ജില്ലാ ഭരണകൂടം, പാലക്കാട് ജില്ലാ കളക്ടർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുത്ത് പനപ്പർവ്വം എന്നൊരു പരിപാടി തന്നെ പാലക്കാടിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൂടുതൽ പനകൾ പാലക്കാട് നടുവാനായി ഒരു കൂട്ടായ പ്രവർത്തനം സ്കൂളുകൾ, കോളേജുകൾ, പ്രൈവറ്റ് കമ്പനികൾ, എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം ഒത്തൊരുമിച്ച് ഒരു വലിയ പനകളുടെ ഒരു കൂട്ടം തന്നെ പാലക്കാട് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെല്ലാം ശ്രമിക്കുകയാണ്. അതിന് മുൻകൈ എടുത്ത ഒരു രാമശ്ശേരി ആശ്രമത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് അതിനൊരു തുടക്കം നോക്കിയാണ്. ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഒരു വലിയ ഉന്നമനത്തിലേക്ക് എത്തട്ടെ എന്നും പാലക്കാട് പണ്ടത്തെ മാതിരി ഒരു 4000-5000 ഹെക്ടർ പനകൾ റെയിൽവേ ലൈൻസിലും പനകൾ വെച്ചാല് ഈ കാടാനകളുടെ ശല്യം ദൂരീകരിക്കാം എന്നുള്ളതൊക്കെ വലിയ പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു വൃക്ഷത്തിന്. അപ്പൊ ഈ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഇതെല്ലാം നമ്മുടെ എന്തോ കിട്ടിയതാണ്, ഇങ്ങനെ പ്രകൃതിയിൽ നമുക്ക് ദാനമായിട്ട് കിട്ടിയതാണ്. അത് എത്ര മഹത്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ ആ ഒരു മഹത്വമൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഇവന്റ് വളരെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിക്ടോറിയ കോളേജിലത്തെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള പനകളെ വീണ്ടും നട്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ജലത്തിന്റെ അംശം, ജലത്തിന്റെ സ്രോതസ്, ജലത്തിന്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംരംഭം ഈ വീണ്ടും നമ്മളെ പാലക്കാടാക്കി മാറ്റാനായിട്ട് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ നോക്കുമ്പോ പൊതുവെ ഇതിലുള്ള ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോ ജൂൺ 5 പറയുമ്പോൾ അവർക്ക് ആ ഒരു ചിന്ത ഓർമ്മയുള്ളൂ. ഒരു മരം നടണം പറയുമ്പോ അവര് ആ ജൂൺ 5 ഇന്ന് ഇപ്പോ മരം നടണം, അത്രേ ഉള്ളൂ. മരം നടും പോലും ഇല്ല. ഇപ്പോ എന്റെ വീട്ടിന്റെ അടുത്ത് നോക്കിയാലും അങ്ങനെ ആരും ഈ ഇൻട്രസ്റ്റ്. അതായത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട്, ഞങ്ങൾ NSS ഫാമിലി ഒരു 200ഓളം മെമ്പേഴ്സ് വരുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ ഞങ്ങൾ സ്പ്ലിറ്റപ്പ് ആയിട്ട് ഒരുപാട് ഗ്രൂപ്പുകളായി ഒരു സ്ഥലം മാർക്ക് ചെയ്തു. അവിടെ ചെന്നു വളരെ രസകരമായി തന്നെ ഞങ്ങൾ റീൽസ് പോലെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് വളരെ എന്റർടൈൻമെന്റ് ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു ബോറടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരുപാട് വിത്തുകൾ കളക്ട് ചെയ്തു. ഈ സർക്കാർ അതിന് ഒരു നിർദ്ദേശം, അതിൽ നിയമമായിട്ട് പാലക്കാട്ടിലെ മരം മുറിക്കാൻ പാടില്ലെന്നും പാടങ്ങളിൽ 1 ഏക്കർ സ്ഥലം കൃഷിഭൂമിയുള്ള ആളുടെ വരമ്പത്ത് കുറഞ്ഞൊരു 10 പനയിൽ നടന്നൊരു നിർദ്ദേശം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പാലക്കാടിലെ ഈ ഏതാണ്ട് കിഴക്കൻ ഭാഗത്ത് മുഴുവൻ പന മാത്രമല്ല, അത് ഭൂഗർഭയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിന് പനയോടുള്ള പനങ്ങളിൽ പിന്നെ അതിനുള്ള ശർക്കര, അങ്ങനെ അതിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം വരുമാനമാവുകയും ചെയ്യും. ഇന്നത്തെ തമിഴ്നാട്ടിലെ വലിയൊരു വ്യവസായവും മാറിയിരുന്നു. ധാരാളം പേര് യൂട്യൂബിൽ കാണാൻ കഴിയും. ഒരുപാട് പേര് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 BJPയും നാം തമ്മിൽ കക്ഷി അവിടെ പനമരം വെച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് മരം വെച്ചു കൊടുക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരുപാട് പുറമ്പോക്കുകളുണ്ട്. അവിടെ പൊങ്ങി കൃഷി ചെയ്യുന്നില്ല. പല സാമൂഹിക സ്കൂളുകളിലെ, കോളേജുകളിലെ ഇവരുടെ എല്ലാം സ്ഥലങ്ങൾ ഇപ്പോൾ വെറുതെ കിടക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം പനകൾ നടാൻ പറ്റും, അത് വളർത്തിയെടുക്കാൻ പറ്റും. അതുമാതിരി ഈ വരമ്പുകളുടെ ഭാഗത്ത്, പുഴകളുടെ കുറച്ച് ഭാഗം മാറ്റി അവിടെയെല്ലാം പനകൾ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഈ പനകൾക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ 100 വർഷത്തോളം ആ മരം അവിടെ നിൽക്കും. അത് വളരെയധികം കർഷകന് ഉപകാരം ചെയ്യുന്നൊരു വൃക്ഷം കൂടിയാണ് പന. അതുകൊണ്ട് ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് പാലക്കാടിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. ജനറേഷൻ, നമ്മുടെ ന്യൂ ജൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കും. അപ്പൊ അവർക്ക് ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന ഈ ചില വിഭവങ്ങള്, ചില നമ്മുടെ സമ്പത്തുകള്, നമ്മുടെ അനുഗ്രഹങ്ങള്, ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്നായിട്ട് ഒരു ചെറിയ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തത്. അതായത് ഓരോരോ പനയുടെ വിത്ത് കുഴിച്ചിട്ട് ഓരോരോ ഭാഗങ്ങളിലായിട്ട്. അപ്പോ വിതച്ചവൾ കൊയ്യും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിത നടന്നിരിക്കുന്നു ഇവിടെ. ഇനി കൊയ്യാനായിട്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് കാത്തിരിക്കാം. നമ്മള് പഞ്ചായത്തിന്റെ പരിപാടികളിൽ, അതേപോലെ ഗ്രാമസഭകള് ഇങ്ങനെയൊക്കെ കൂടുന്ന സമയത്ത് ഇതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് ആളുകളുടെ ഇടയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ, പന വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജലത്തിന്റെ സ്വാധീനം കൂടുതലായിട്ട് നമ്മുടെ സ്ഥലങ്ങളിൽ ഉണ്ടാവാൻ സാധിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വലിയൊരു സംഭവമായി മാറുകയും അവരത് ഇഷ്ടപ്പെട്ട് അതിനെ വളർത്തിയെടുക്കുകയും അവരവരുടെ വീടുകളിലെങ്കിലും ഒരു 10 പന നടാനുള്ള ഒരു മനസ്സ്. ഞാൻ ആ ഒരു ഇത് എടുത്തിട്ടില്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അച്ഛന്റെ കൂടെ
ആരെങ്കിലും വീട്ടിലുള്ളവരുടെ കൂടെ ആയാലും ഞാൻ പോയി ചെയ്യും. ഞാൻ പറയും പറ്റാവുന്നത്ര ആരുടെ അടുത്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. ഞങ്ങള് NSSൽ ഓൾമോസ്റ്റ് 200 ആൾക്കാരാണുള്ളത്. അതിൽ ഒരു മിക്കൊരു മെജോറിറ്റി ഗേൾസ് തന്നെയാണ്. വളരെ കുറച്ച് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത്തും കൂടിയാണ്. വുമൺ എംപവർമെന്റ് പോലെ അതൊരു സ്ട്രെങ്ത്തും കൂടിയാണ്. പാലക്കാടും വരണം എങ്കിൽ മാത്രമേ പാലക്കാടിൻ്റെ ഐഡന്റിറ്റി കാണുള്ളൂ, ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല പനയുടെ ഗുണം എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയ പനയുടെ ഗുണം മലയാളത്തിൽ മലയാളം വീഡിയോസ് ഉണ്ടല്ലോ, തമിഴ് വീഡിയോസിൽ ധാരാളം കാര്യം തമിഴ് കാരണന്മാർ കൃത്യമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ പറയുന്നത്. അത് കേട്ടിട്ടാണ് ഞാൻ എനിക്ക് കൂടുതൽ താല്പര്യം വന്നത്. തെങ്ങിനേക്കാൾ ഔഷധ ഗുണമുള്ളതാണ് പന. പനയുടെ തടി മറ്റുള്ള എല്ലാം തന്നെ അതിൻ്റെ ഒരു മരുന്നുണ്ട്. ഞാൻ ഒറ്റമൂലിയായിട്ടല്ല കേട്ടുള്ളത്. നമ്മുടെ അടിവേറെ മണിവേദന, വിഷം വരുന്ന മണിവേദനയ്ക്ക് അതിൽ ഒറ്റമൂലി വരുന്ന കുട്ടിപ്പനയുടെ ഏറ്റവും തണ്ട്, ഒരു തണ്ട് എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൽ ചാറെടുത്തിട്ട് വെള്ളച്ചോറിൻ്റെ തലേന്നെടുത്ത് വെച്ച വെള്ളം ഊറ്റി വെച്ച് ചോറ് ഊറ്റി വെച്ച വെള്ളത്തിലെടുത്തിട്ട് ഒരു 3 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മാറുന്നതാണ്. അങ്ങനെ ഏറ്റവും വലിയ പനയിലൊക്കെ ഉണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനത്. അപ്പോൾ ഔഷധങ്ങളുള്ളതാണ്. ഒരു പാലക്കാടിന്റെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയാണ്, സാംസ്കാരിക ഒരു ഐഡന്റിറ്റിയാണ് പന. അത് നോവലുകളിലും കഥകളിലും എല്ലാവരെയും പനയ്ക്ക് ഒരു പ്രധാന പ്രാധാന്യമുണ്ട്. അത് നമ്മൾ വീണ്ടെടുക്കണം. അതിനുള്ളൊരു തുടക്കമാണിത്. പന കൂടുതൽ വളർന്നുകൊണ്ട് മറ്റു കൃഷികൾക്കൊന്നും അത് മോശമാകുന്നില്ല. നമ്മളിപ്പോ പന വളർത്താൻ വേണ്ടി തെങ്ങുകളെ മുറിച്ചു മാറ്റുകയല്ല ചെയ്യുന്നത്. വേറെ ഒന്നും തെങ്ങ് നന്നായി വളരുവാൻ പറ്റാത്ത ഭാഗങ്ങളിൽ, പുറമ്പോക്ക് ഭാഗങ്ങളിൽ, അവിടെയെല്ലാം നമ്മൾ പന വെച്ചു പിടിക്കുന്നു. അത്രയേ ഉള്ളൂ. കുറച്ച് വർഷം കഴിഞ്ഞ് ഈ കുട്ടികളെല്ലാം ഈ ഭാഗത്ത് വരുമ്പോൾ അവര് നട്ട പനകൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ഒരു ധന്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു സമാഗമം. 3-4 ഓർഗനൈസേഷൻസ് ചേർന്നിട്ടാണ് OISKയുടെ വനിതാ വിഭാഗമുണ്ട്, അതിൽ ഗാന്ധി ആശ്രമമുണ്ട്, ഗവൺമെന്റ് കോളേജിന്റെ NSS യൂണിറ്റുണ്ട്, പിന്നെ ഈ ഗാന്ധി ആശ്രമമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അതായത് ഡോക്ടർ ശുദ്ധോധനുണ്ട്, പിന്നെ പന വർഷം നടുന്നതിന്റെ മെയിനായിട്ടുള്ള സ്വാമിയുണ്ട്. അപ്പോൾ ഇതെല്ലാം വലിയൊരു അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു. അത് ഇനി വീട്ടിലുള്ള ആരെങ്കിലും വീട്ടിൽ പനയുടെ മുറിക്കാതിരിക്കുക. അവ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വീട് നിർമ്മിക്കാൻ വീട്ടിൽ പന മുറിക്കുകയാണെങ്കിൽ അതിന് പകരം 2-3 പന ഒരു 50 വർഷത്തിലേക്കും അത് നിലനിൽക്കുന്ന മുറിക്കില്ലാത്ത രീതിയിൽ ആ സ്ഥലത്ത് വെച്ച് വളർത്താൻ ശ്രമിക്കുക. കാരണം പാലക്കാടിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് പന എന്നുള്ളത്. കാരണം എവിടെ നോക്കിയാലും പന ഉണ്ടാവണം. തണലും കാര്യങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളും അതിൻ്റെ ഫലവും എല്ലാം തന്നെ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇപ്പോഴത്തേക്ക് ഇത് ഇറങ്ങിയത്. ധാരാളം പന എന്നെ കൊണ്ട് വെച്ചു പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ. എന്റെ അഭിപ്രായത്തിൽ ഇതിനെ എതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു നല്ല കാര്യമാണ്. നമ്മളിപ്പോ പ്ലാസ്റ്റിക് വിമുക്ത കേരളം എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ വനമോഹത്തിൽ കൂടുതൽ വൃക്ഷതകൾ വെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും എല്ലാവരും തന്നെ ഇതൊരു നല്ല കാര്യമാണ്. അവരെല്ലാവരുടെയും സഹകരണമുണ്ട്. അവരുടെ സഹകരണം ഇല്ലെങ്കിൽ ഇത് വിജയിക്കുവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊരു കൂട്ടായ ഒരു ജനങ്ങളുടെ കൂട്ട പങ്കാളിത്തത്തോടുള്ള ഒരു പ്രൊജക്റ്റാണിത്. അതിലെനിക്ക് യാതൊരു തടസ്സവും തോന്നുന്നില്ല. കുറെ ആളുകൾ ഇതിനുവേണ്ടി ശ്രമിക്കണം. അതിനിപ്പോൾ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ മുതൽ റിട്ടയർ ചെയ്തവരെ മാതിരി കൂടി ഇതിൻ്റെ ഒപ്പമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് പാലക്കാട് ജില്ല ഒരു മോഡലായിട്ട് പന വളർത്തുന്നതിൽ മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് കരിമ്പന എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക അസുരവൃക്ഷമാണ്, അത് വീടുകളിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അന്ധവിശ്വാസങ്ങൾ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതൊരു പരിധി വരെ അതൊരു കാരണമാണ്. അപ്പൊ അതും കൂടി നമ്മൾ മാറ്റിയെടുക്കാനും വേനൽക്കാലത്ത് തീ സാധനം വരണ്ട ഭൂമിയിൽ നന്നായി വളരും. അതുകൊണ്ട് പിന്നെ വരൾച്ചയിൽ വളരണ സാധനം വെള്ളം കിട്ടിയില്ലേ വളരും. പക്ഷെ തീ വെച്ചിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് തന്നെ പൂർണ്ണമായിട്ട് ഇന്ന് പന നന്നായി എത്ര ഭാഗത്ത് വെക്കാൻ പറ്റും അത്രയും വെക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ആ പരിപാടിയിലെ ആഗ്രഹത്തിൽ ഇങ്ങനെ ഒരു പന കൂട്ടുന്ന ഒരു പരിപാടി വാട്സപ്പ് ഗ്രൂപ്പിൽ പരിചയപ്പെട്ടു. ആരോം പത്തിച്ചിറ, ഗാന്ധി ആശ്രമം ശ്രീനേട്ടൻ, അവരുടെ എല്ലാം കൂടി പരിചയപ്പെട്ട ശേഷം ഇങ്ങനെ ഒരു പരിപാടി വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടുള്ള പരിപാടികളിൽ പൂർണ്ണമായി പങ്കെടുക്കുകയും ധാരാളം പന വെച്ചുപിടിപ്പിക്കുകയും ചെയ്യും.
താങ്ക് യു.